നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് 7 തീയതി സെപ്റ്റംബർ 2024 പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സ്റ്റിക്ക് ടു ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആസ് എ നോം ഫോർ ഫിസ്ക്കൽ പ്രൂഡൻസ്. GS3 വരുന്ന ഒരു ടോപ്പിക്കാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റും ഫിസ്ക്കൽ പ്രൂഡൻസ് എന്നൊക്കെ പറയുന്നത്. NDCA ലെറ്റർ ഓൺ റീലൊക്കേഷൻ ഫ്രം ടൈഗർ സോൺസ് ഡ്രോസ് ഹയർ. ഇത് GS3 വരുന്നതാണ്. കൺസർവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കൂടാതെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എൻവയോൺമെന്റ് ഭാഗത്ത് ഇമ്പോർട്ടന്റ്. പിന്നെ PM മീറ്റ്സ് ടീച്ചേഴ്സ് പിച്ചേഴ്സ് ഫോർ എഡ്യൂക്കേഷൻ ഇൻ മദർ ടങ്. GS2 വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് കൂടാതെ നമ്മൾ പ്രിലിംസ് ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന ഒരു ട്യൂബർ കൊലോസിസിനെ ഒരു പുതിയൊരു സ്പെസിമെൻ ട്രീറ്റ്മെന്റിനായിട്ട് കണ്ടുപിടിച്ചതിനെ പറ്റി നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രധാന വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. Stick to fiscal deficit as the norm for fiscal prudence. Part of the syllabus GS3 വരുന്നതാണ് ഇന്ത്യൻ എക്കോണമി. ഇത് എഴുതിയത് നമ്മുടെ ആയിരുന്നു. Past financial issues എന്തൊക്കെയാണ് ഇത് പറയുന്നത് നമുക്ക് നോക്കാം. In the 1980s, the government spent more money than it earned, leading to a lot of debt and tough economic conditions, including high interest payment. അതായത് 1980-കളിലെ ഗവൺമെന്റ് ഒത്തിരിയധികം രൂപ കടമെടുത്തായിരുന്നു നമ്മുടെ എക്കോണമിയെ മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് എന്തായി, നമുക്ക് ഒത്തിരി അധികം ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് എക്കോണമിയിൽ നിന്ന് പോവുകയുണ്ടായി. കറണ്ട് ബാലൻസ് ബഡ്ജറ്റ് ഗോൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഗവൺമെന്റ്സ് കറന്റ് പ്ലാൻ ഈസ് ടു റെഡ്യൂസ് ദ ഗ്യാപ് ബിറ്റ്വീൻ സ്പെൻഡിങ് ആൻഡ് ഏർണിങ്സ്. ദ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഈ ഗ്യാപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ എത്രത്തോളം എക്കോണമി ചെലവാക്കുന്നു, ബഡ്ജറ്റിൽ എത്രത്തോളം വിഹിതം സ്പെൻഡ് ചെയ്യുന്നു, എത്രത്തോളം റവന്യൂ ഇങ്ങോട്ട് ജനറേറ്റ് ആവുന്നുണ്ട്, ഇതിന്റെ ഒരു ഡിഫറൻസ് വരുന്നതിനെയാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം അത് കുറച്ചുകൊണ്ട് വരിക. ഇതായിരുന്നു നമ്മുടെ പ്രധാനമായിട്ടുള്ള ബഡ്ജറ്റ് ഗോൾ എന്ന് പറയുന്നത്. ആൻഡ് ഗ്രാജുവലി ലോവർ ദ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദ എക്കോണമി. നമുക്ക് എത്ര GDP ഉണ്ട് അതിന് താഴെയായിട്ട് വളരെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലോവർ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് ആയിരിക്കണം നമ്മൾ കടം വാങ്ങേണ്ട എന്നുള്ള ഒരു ഗോളാണ് നമ്മുടെ ബഡ്ജറ്റിലുള്ളത്. ഡെപ്റ്റ് റിഡക്ഷൻ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഫ് ദ ഗവൺമെന്റ് സ്റ്റിക്സ് ടു ഇറ്റ്സ് സ്പെൻഡിങ് ഗോൾസ് ആൻഡ് ദ എക്കോണമി ഗ്രോസ് ആസ് എക്സ്പെക്ടഡ്, ദ ലെവൽ ഓഫ് ഡെപ്റ്റ് കമ്പയർഡ് ടു ദ എക്കോണമി ഷുഡ് ഗോ ഡൗൺ ഓവർ ടൈം. അപ്പൊ എന്താ, നമ്മുടെ സ്പെൻഡിങ് ഗോൾസ് അത് നമ്മൾ നിശ്ചിതമായിട്ട് കുറച്ചു കൊണ്ടുവരികയും ഇത് കൂടാതെ എക്കോണമി നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ GDP കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെപ്റ്റ് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും. State government spending. State governments have their own spending targets, but might also just focus on lowering their debt over time instead of sticking to specific deficit limits. സ്റ്റേറ്റിന് എന്താണ്, അവരുടേതായ ഒരു സ്പെൻഡിങ് ടാർഗറ്റ് ഉണ്ട്. അപ്പൊ അതിന് താഴെ ആയിരിക്കും അവരുടെ ഡെപ്റ്റ് വരേണ്ടതെന്നുള്ള ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ഡെഫിസിറ്റ് ലിമിറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. Impact on investment. If both the central and state governments continue to have high deficits, it could mean less money available for private businesses to invest in new projects unless people start saving more. അപ്പം ഗവൺമെന്റ്, നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും കൂടുതൽ ഡെഫിസിറ്റ് ഉണ്ടാകുന്നെങ്കിൽ ഇറ്റ് കുഡ് മീൻ ലെസ് മണി അവൈലബിൾ ഫോർ പ്രൈവറ്റ് ബിസിനസ്സസ് ടു ഇൻവെസ്റ്റ് ഇൻ ന്യൂ പ്രോജക്ട്. അപ്പം ഇങ്ങനെ ഡെഫിസിറ്റ് കൂടിയാൽ എന്ത് സംഭവിക്കും? പ്രൈവറ്റ് ബിസിനസ്സിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവിടെ എന്താ ഇൻവെസ്റ്റ്മെന്റ് കുറയാൻ ചാൻസസ് ഉണ്ട്. അൺലെസ് പീപ്പിൾ സ്റ്റാർട്ട് സേവിങ് മോർ. ഹൗസ് ഹോൾഡ് സേവിങ്സ്. People's savings have dropped recently, which could mean there's not enough money available for businesses if the government keeps spending a lot. അപ്പോൾ people's savings കുറെ കുറഞ്ഞിട്ടുണ്ട്, have dropped recently, which could mean that there's not enough money available for businesses if the government keeps spending a lot. ഗവൺമെന്റ് ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്താൽ എന്താ, നമ്മുടെ ബിസിനസ്സിനൊന്നും നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം എന്ത് കുറയാൻ ചാൻസസ് ഉണ്ട് സ്പെൻഡിങ് കൂടുമ്പോഴത്തേനും. ഇത്രേ ഉള്ളൂ. നമ്മൾ കുറെ അധികം ഇതിനു വേണ്ടി ചെലവാക്കും, ഇൻട്രസ്റ്റ് പേയ്മെന്റിന് ചെലവാക്കി കഴിഞ്ഞാൽ
ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കുറയും. ക്യാപെക്സ് ആണല്ലോ ലോങ് ടൈമിലേക്ക് ഏറ്റവും നല്ലത്. ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിൽ നിന്ന് ഒത്തിരി റിട്ടേൺസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഫ്യൂച്ചറിൽ. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പ്രകടമായ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ലോങ് ടൈമിൽ ഏറ്റവും മാറ്റം ഉണ്ടാകുന്ന ക്യാപിറ്റൽ എക്സ്പെഡിഷൻ. ക്യാപെക്സ് ഒക്കെ എന്തായിരിക്കും, കുറയാൻ ചാൻസ് ഉണ്ട്. മാനേജിങ് ഡെറ്റ് വൈസ്ലി ടു കീപ് ഡെപ്റ്റ് അണ്ടർ കൺട്രോൾ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഗവൺമെന്റ് ടു ലിമിറ്റ് ഇറ്റ്സ് സ്പെൻഡിങ്. സ്പെൻഡിങ് കുറയ്ക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഡെപ്റ്റ് കൺട്രോളിലാക്കാൻ പറ്റൂ. എ റെക്കമെൻഡഡ് ടാർഗറ്റ് ഈസ് ടു കീപ് ദ ഡെഫിസിറ്റ് അറ്റ് 3% ഓഫ് ഇറ്റ്സ് എക്കോണമി സൈസ് ഫോർ ബെറ്റർ ഫിനാൻഷ്യൽ ഹെൽത്ത്. അപ്പം ഡെഫിസിറ്റ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ എക്കോണമിയുടെ സൈസ്. ഇപ്പൊ എക്കോണമി സൈസ് 100 നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അതിൽ 3 രൂപ മാത്രമേ ഡെഫിസിറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിട്ട് വരാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നല്ലൊരു ഫിനാൻഷ്യൽ ഹെൽത്ത് രാജ്യത്തിന് ഉണ്ടാവൂ. കമ്പാരിസൺ വിത്ത് അതർ കൺട്രീസ്, ഇന്ത്യസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഓൺ ഡെപ്റ്റ് ആർ മച്ച് ഹയർ കമ്പയർഡ് ടു അതർ കൺട്രീസ് വിത്ത് സിമിലർ ഓർ ഹയർ ഡെപ്റ്റ് ലെവൽസ്. നമ്മുടെ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് ബാക്കിയുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഡെപ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. സജസ്റ്റിംഗ് എ നീഡ് ഫോർ ബെറ്റർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എന്താ പറയുന്നത്, ബെറ്റർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓരോ പോളിസി ഫോർമുലേഷനിലും ഓരോ ഗവൺമെന്റ് നയങ്ങളിലും നമ്മൾ കാണേണ്ടതുണ്ട്. പോസ്റ്റ് പാൻഡമിക് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ്. ദ COVID-19 പാൻഡമിക് കോസ്റ്റ് എ ബിഗ് ജംപ് ഇൻ ഡെപ്റ്റ്. COVID-19 വന്നപ്പോൾ എന്തായി, നമ്മൾ കടമെടുപ്പൊക്കെ കൂടി, ബിഗ് ജംപ് ഇൻ ഡെപ്റ്റ് കടം വളരെയധികം കൂടി. ആൻഡ് ഗെറ്റിംഗ് ബാക്ക് ടു പ്രീ പാൻഡമിക് ഡെപ്റ്റ് ലെവൽസ് ഹാസ് ബീൻ സ്ലോ ആൻഡ് ചാലഞ്ചിങ്. ഇനി തിരിച്ച് പഴയ പ്രീ പാൻഡമിക് ലെവൽ, അതായത് പഴയ പാൻഡമിക്കിന് മുന്നേ ഉള്ള വർഷങ്ങളിലെ ഡെപ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ പയ്യെ നടക്കുള്ളൂ. പിന്നെ കൂടുതൽ അതെന്താണ്, ചലഞ്ചിങ്ങും കൂടെ. ഓക്കെ, റെക്കമെൻഡേഷൻ ആയിട്ട് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്, ഇറ്റ്സ് ബെറ്റർ ഫോർ ദ ഗവൺമെന്റ് ടു സ്റ്റിക്ക് ടു എ ക്ലിയർ സ്പെൻഡിങ് ലിമിറ്റ് ആൻഡ് ഹാവ് എ സോളിഡ് പ്ലാൻ ടു മാനേജ് ഇറ്റ്. അപ്പം ക്ലിയർ ആയിട്ടുള്ള സ്പെൻഡിങ്ങിന് കൃത്യമായ ലിമിറ്റ് വെക്കുക, ആൻഡ് ഹാവ് എ സോളിഡ് പ്ലാൻ ടു മാനേജ് ഇറ്റ്. പ്ലാൻ അതെങ്ങനെ മാനേജ് ചെയ്യണം, ഒരു വ്യക്തമായ ഒരു പ്ലാൻ ഗവൺമെന്റിന് ഉണ്ടാകുക. ടു അവോയ്ഡ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകാതിരിക്കാൻ വ്യക്തമായ പ്ലാനിങ്, ഫിനാൻഷ്യൽ സ്പെൻഡിങ്ങിലുള്ള വ്യക്തമായ പ്ലാനിങ് ഗവൺമെന്റിന് ഉണ്ടായിരിക്കേണ്ടതാണ് റെക്കമെൻഡേഷനിൽ പറയും. ഇനി അടുത്തതായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, NTCA ലെറ്റർ ഓൺ റീലൊക്കേഷൻ ഫ്രം ടൈഗർ സോൺസ് ഡ്രോസ് ഹയർ. GS3 അത് കൺസർവേഷനകത്ത് വരുന്നതാണ്. അതായത് എന്താണ് നമുക്ക് നോക്കാം. NTCA ലെറ്റർ ഓൺ റീലൊക്കേഷൻ ഫ്രം ടൈഗർ സോൺസ് ഡ്രോസ് ഹയർ. അപെക്സ് ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, അതാണ് NTCA എന്ന് പറയുന്നത്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ് NTCA. 19 സ്റ്റേറ്റുകളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് NTCA എന്താണ്, ടു പ്രയോറിറ്റൈസ് റിമൂവൽ ഓഫ് റെസിഡൻസ് ഫ്രം കോർ ടൈഗർ സോൺസ്. അതായത് ടൈഗർ റിസർവ്സിലെ കോർ ടൈഗർ സോൺസ് ഉണ്ട്, ആ കോർ ടൈഗർ സോൺസിൽ നിന്ന് റെസിഡൻസിനെ, അവിടെ താമസിക്കുന്ന ആളുകളോട് മാറിക്കൊടുക്കണമെന്ന് നമ്മുടെ NTCA ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സീനിയർ എൻവയോൺമെന്റ് മിനിസ്ട്രി ഒഫീഷ്യൽ സേസ് ദീസ് ലെറ്റേഴ്സ് ആർ റൂട്ടീൻ ആൻഡ് പീരിയോഡിക് റിമൈൻഡേഴ്സ്. ഇത് കൊടുത്തേക്കുന്ന ഒരു പുതുമയൊന്നും അല്ല, ഇത് റുട്ടീൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു പീരിയോഡിക് ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ, നിങ്ങൾ ഇവിടുന്ന് മാറണം. കാരണം അത് കോർ സോൺ ആണ്, അവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം കൊടുക്കാൻ പറ്റുന്ന സ്ഥലമല്ല, അവിടെ ആളുകൾ ഇൻഹാബിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. എൻവയോൺമെന്റ് മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത് എന്താണ്, ഇതൊരു റുട്ടീൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ്, പുതുമയൊന്നുമില്ല എന്നാണ് എൻവയോൺമെന്റ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഇനി കോർ സോൺ എന്താണെന്ന് നോക്കാം. കോർ സോൺ റെഫേഴ്സ് ടു ദ പോർഷൻ ഇൻ എ ടൈഗർ റിസർവ്. ഒരു ടൈഗർ റിസർവിലെ ഒരു ഭാഗത്തിനെയാണ് കോർ സോൺ എന്ന് വിളിക്കുന്നത്. where tribals cannot live and activities such as hunting, collecting forest produce is banned. അവിടെ ഹണ്ടിങ് ആക്ടിവിറ്റീസ് പറ്റത്തില്ല, ട്രൈബൽസിന് ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ കൂടാതെ എന്താ, ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഒന്നും കളക്ട് ചെയ്യാൻ പോകാൻ പറ്റത്തില്ല. അതായത് തടിവിട്ട്, പിന്നെ അതുപോലെ തടിവിട്ടെന്നല്ല, ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ടിമ്പർ ഒരു ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. അത് കൂടാതെ തന്നെ ഗംസ്, ഹണി, ഇങ്ങനത്തെയൊക്കെ കളക്ഷൻ ആയിട്ട് ആളുകൾ ഫോറസ്റ്റിലേക്ക് പോകും. ഈ ഏരിയയിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം സ്ട്രിക്ട്ലി റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. There is a concentric circle outside the core zone. കോർ സോൺ നടുക്കാണെങ്കിൽ അതിന് ചുറ്റുമായിട്ടൊരു റൗണ്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. കോർ സോൺ ഒരു വട്ടമാണ്, ആ വട്ടത്തിന് ചുറ്റും വേറൊരു വട്ടം, വലിയൊരു വട്ടം ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. അപ്പൊ ഒരു കോൺസെൻട്രിക് സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിലുള്ള ഏരിയയാണ് ബഫർ സോൺ എന്ന് വിളിക്കുന്നത്. ബഫർ സോൺ, നിങ്ങൾ ഈ എക്കോ സെൻസിറ്റീവ് സോണിനെ പറ്റി ഒക്കെ കേട്ടോ, ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ എക്കോ സെൻസിറ്റീവ് സോണിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനകത്ത് ബഫർ സോണിനെ പറ്റി പറയുന്നു. ബഫർ സോൺ എന്ന് പറഞ്ഞാൽ ഈ കോർ സോണിന് തൊട്ട് ചുറ്റും
ഉള്ള ഏരിയാസ്, അതിന്റെ ബൗണ്ടറിക്ക് ചുറ്റുമുള്ള ഏരിയാസിനെയാണ് എന്ത് വിളിക്കുന്നത്? ബഫർ സോൺ എന്ന് വിളിക്കുന്നത്. വേർ ദീസ് റെസ്ട്രിക്ഷൻസ് ആർ ഏസ്ഡ് ബട്ട് റെഗുലേറ്റഡ്. കുറച്ച് അയവുണ്ട് ഇങ്ങനത്തെ റെസ്ട്രിക്ഷനെ. അവിടെ സ്ട്രിക്ട്ലി ബാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ പോകരുത് അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ കുറച്ച് റെഗുലേഷൻസ് ഉണ്ട് ആ ഏരിയാസ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തായിട്ട് NTCA എന്താണ് കേട്ടോ. ഇത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ NTCA എന്ന് പറയുന്നത്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ് NTCA. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ NTCA എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇത് ഏത് മിനിസ്ട്രിക്ക് കീഴിൽ വരുന്നതാണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കെല്ലാം അറിയാം, നിയമം വഴി സ്ഥാപിതമാകുന്ന ബോഡീസിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ എനേബിളിംഗ് പ്രൊവിഷൻസ് ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. അപ്പം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972ന്റെ പ്രൊവിഷൻസ് വഴിയാണ് നമ്മുടെ ഈ NTCA ഫോം ചെയ്തത്. ഇത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന് കീഴിൽ വരുന്നതാണ്. ഇതിൽ തന്നെ 2 പ്രിലിംസ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ കൂടാതെ ഇത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റിന് കീഴിൽ വരുന്നതാണെന്നും സ്റ്റേറ്റ്മെന്റ്സ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന രീതിക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2005 ഫോളോയിങ് റെക്കമെൻഡേഷൻസ് ഓഫ് ടൈഗർ ടാസ്ക് ഫോഴ്സ്. അപ്പം 2005 ഈ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് എന്തിനാ കൊണ്ടുവന്നിരിക്കുന്നത്? ഫോർ സ്ട്രെങ്തനിങ് ടൈഗർ കൺസർവേഷൻ. അപ്പം ടൈഗറിന്റെ കൺസർവേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇതിന് ഇനി പ്രോജക്ട് ടൈഗർ എന്താണെന്ന് നമുക്ക് നോക്കാം. ടൈഗറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ. സോ പ്രോജക്ട് ടൈഗർ എന്താണെന്ന് നോക്കാം. ഈസ് ആൻ ഓൺ ഗോയിങ് സെൻട്രലി സ്പോൺസർഡ് സ്കീം. ഇതും പ്രിലിംസിൽ ചോദിക്കാം. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണോ, സെൻട്രൽ സ്പോൺസർ സ്കീമാണോ എന്ന് ചോദിക്കാം. അപ്പം നമുക്കറിയാം സെൻട്രൽ സ്പോൺസർ സ്കീം എന്താ, ഒരു കൂടുതൽ ഒരു ഷെയർഡ് ആയിട്ടായിരിക്കും ഇതിനകത്തേക്കുള്ള പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനുള്ള ഫണ്ട് വരുന്നത്. കുറച്ച് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും, കുറച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കും, കുറച്ച് സെൻട്രൽ സ്പോൺസർ ചെയ്യും, ബാക്കി സ്റ്റേറ്റ് നോക്കിക്കോണം. പക്ഷെ സെൻട്രൽ സെക്ടറിനകത്ത് എന്താ വരുന്നത്? സെൻട്രൽ തന്നെ ഫുള്ള് ഫണ്ട്സ് കൊടുക്കും. അപ്പം നമുക്ക് പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്നത് എന്താ? സെൻട്രലി സ്പോൺസേഡ് സ്കീം. കുറച്ച് എന്താണ്, അതായത് സ്റ്റേറ്റ് കൊടുക്കണം. ഓഫ് ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അവർ കൊണ്ടുവന്നിരിക്കുന്ന സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ് പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാ? പ്രൊവൈഡിങ് സെൻട്രൽ അസിസ്റ്റൻസ് ടു ദ ടൈഗർ സ്റ്റേറ്റ്സ് ഫോർ ടൈഗർ കൺസർവേഷൻ ഇൻ ഡെസിഗ്നേറ്റഡ് ടൈഗർ റിസർവ്സ്. കുറച്ച് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക ടൈഗർ കൺസർവേഷന് വേണ്ടി ടൈഗർ സ്റ്റേറ്റ്സിന്. അതായത് ഈ ടൈഗർ റിസർവ് ഒക്കെ ഉള്ള സ്റ്റേറ്റ്, കുറച്ച് സ്റ്റേറ്റുകളുണ്ട്, അതിന് എന്ത് ചെയ്യും? ടൈഗർ കൺസർവേഷന് വേണ്ടിയുള്ള സെൻട്രൽ അസിസ്റ്റൻസ് കുറച്ച് ഫണ്ട് കൊടുക്കും. ഓക്കെ, അടുത്തായിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്റർ മീറ്റ്സ് ടീച്ചേഴ്സ് വിഷസ് ഫോർ എഡ്യൂക്കേഷൻ ഇൻ മദർ ടങ്. അതായത് മദർ ടങ്ങിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നാഷണൽ ടീച്ചേഴ്സ് ഡേ അവാർഡ് കൊടുക്കുന്ന സമയത്ത്, നമ്മുടെ September 5 ടീച്ചേഴ്സ് ഡേ ആയിരുന്നു നമുക്കറിയാം. അപ്പം അതിന്റെ അവാർഡ്സ് കൊടുക്കുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരുന്നു മദർ ടങ്ങിൽ പഠിപ്പിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി. അപ്പം നമ്മൾ മലയാളികളാണെങ്കിൽ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കണം. ആ രീതിക്ക് അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പ്രൈം മിനിസ്റ്റർ സംസാരിക്കുകയുണ്ടായി. എന്തിനു വേണ്ടി എങ്ങനെ പറയുന്നത്? നമ്മള് അതായത് എന്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താ പറയുന്നത്? നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് സംസാരിക്കും. പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ, നമ്മൾ മദർ ടങ്ങിൽ പറയുമ്പോൾ നമ്മൾ ഹൃദയം കൊണ്ട് സംവദിക്കുന്നു എന്നാണ്. ബുദ്ധി ഉപയോഗിക്കാതെ ഹൃദയം കൊണ്ട് സംവദിക്കുന്നു. അതുകൂടെ അതൊക്കെ ഒരു ഭാഗമാണ്. നമുക്ക് കുറച്ചുകൂടെ ഹൃദയം തൊട്ട് കുറെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ഒരു ഫീച്ചറാണ്. പിന്നെ കൂടാതെ കുട്ടികൾക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, കോൺസെപ്റ്റ്സും ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇതെല്ലാം ഇതിന്റെ ഒരു പെക്യുലാരിറ്റിയാണ്. സോ ഇത് GS2 വരുന്നതാണ്, ഗവർണൻസിൽ വരുന്ന ടോപ്പിക്കാണ്. അല്ലെങ്കിൽ സ്കീംസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ, ആ ഭാഗത്തൊക്കെ നമുക്ക് ഇത് പരാമർശിക്കാം. ഓക്കെ, അപ്പം ഇത് പറഞ്ഞപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്താണെന്ന് നമുക്ക് നോക്കാം. The National Education Policy 2020 aims at making India a global knowledge superpower. ഇന്ത്യ ഒരു ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ ആക്കുക. അതായിരുന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം 4 year UG പ്രോഗ്രാം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതെല്ലാം ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയിട്ട് അലൈൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ്. It is only the third major revamp of the framework of education in India since independence. മൂന്നാമതായിട്ടാണ് ഇപ്പം ഒരു എഡ്യൂക്കേഷനിൽ ഒരു പോളിസി ഇങ്ങനെ
റിവാമ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്, പുതുക്കി കൊണ്ടുവരുന്നത്. രണ്ടെണ്ണം ഇതിനു മുന്നേ നടന്നത്, എഡ്യൂക്കേഷനിൽ ഒരു പോളിസി വന്നത് 1968 പിന്നീട് വന്നേക്കുന്നത് 1986 അത് കഴിഞ്ഞ് പിന്നെ ഒരു റിവാമ്പ് ചെയ്ത പോളിസി വരുന്നത് ഇപ്പോഴാണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഓക്കെ, ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. Ensuring universal access at all levels of schooling from pre-primary school to grade 12. അപ്പം എല്ലാവർക്കും എല്ലാ ലെവലിലും ഓൾ ലെവൽസ് എല്ലാവർക്കും യൂണിവേഴ്സലി ആക്സസിബിൾ ആയിരിക്കണം പഠിക്കാൻ. എല്ലാവർക്കും വന്ന് സ്കൂളിൽ പഠിക്കാനുള്ള അവസരങ്ങൾ കൊണ്ടുവരിക. രണ്ടാമതായിട്ട് ensuring quality early childhood care and education for all children between 3 to 6 years. 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കൃത്യമായ ക്വാളിറ്റി ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് കെയർ കൊടുക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുക. കാരണം എന്താ, നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മുകളിലേക്ക് നല്ലൊരു ബിൽഡിംഗ് കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ. നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നല്ല കൺസെപ്റ്റ്സ് അതിന് മണ്ടിലേക്ക് കുട്ടികൾക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ട എപ്പോഴാണ്? ചൈൽഡ്ഹുഡിൽ തന്നെ, ഏർലി ചൈൽഡ്ഹുഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഈ കരിക്കുലത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത്. ഓക്കെ, new curricular and pedagogical structure 5+3+3+4 corresponds to the age groups of 3 to 8, 8 to 11, 11 to 14 and 14 to 18. അതായത് ഒരു ആദ്യത്തെ ഒരു 5 വർഷം സ്കൂളിംഗ് പോകുന്നു, 5, 3, 8, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3 വർഷം വീണ്ടും പോകുന്നു, 8, 3, 11, 11, 4, 15, മൊത്തം ഒരു 15 വർഷത്തെ ഒരു കുട്ടിയുടെ കരിക്കുലമാണ് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ആദ്യത്തെ കുട്ടി 3 മുതൽ 8 വരെ പോകുമ്പോൾ ആ ഒരു പ്രീ പ്രൈമറി ഏജ് എന്നൊക്കെ പറയുന്ന പോലെ KG, പ്രൈമറി, ലോവർ പ്രൈമറി, ആ LP, ആ ഒരു കാറ്റഗറിയിൽ ഒരു 5 വർഷം പഠിക്കുന്നു. പിന്നെ കൂടാതെ 8 മുതൽ 11 വരെ 3 വർഷം, അതൊരു കുറച്ചുകൂടി ഒരു അപ്പർ പ്രൈമറി ആ ഒരു ലെവലിലാകുന്നു. പിന്നെ 11 മുതൽ 14 വരെ അത് വീണ്ടും ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല, അതും ഒരു അപ്പർ പ്രൈമറി ലെവലിലേക്കാണ്. പിന്നെ കൂടാതെ ഒരു ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ആ ഒരു ലെവലിൽ വരുന്ന 14 മുതൽ 18 വയസ്സ് വരെ. ഇപ്പോഴത്തെ സോക്കോൾഡ് LP, UP ആ ഒരു കാറ്റഗറൈസേഷൻ അല്ല. ആദ്യത്തെ 5 വർഷം, പിന്നെ 3, പിന്നെ 4, അങ്ങനെ ഒരു മൊത്തത്തിലുള്ള ഒരു സിസ്റ്റം ആണ് നമ്മളിപ്പോൾ പുതിയ സ്കൂളിംഗിൽ കൊണ്ടുവരുന്നത്. ആദ്യം ഒരു ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ് 5 years എന്ന് പറയുന്നത്, പിന്നെ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയും 3 years, പിന്നെ മിഡിൽ സ്റ്റേജ് എന്ന് പറയും 3 years, പിന്നെ സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയും 4 years. അങ്ങനെ വരുമ്പോൾ ഒരു +2 കാലഘട്ടം കുട്ടി 18 വയസ്സോടെ ഈ ഒരു സ്ട്രക്ചറിൽ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നോ ഹാർഡ് സെപ്പറേഷൻസ് ബിറ്റ്വീൻ ആർട്സ് ആൻഡ് സയൻസ്, ബിറ്റ്വീൻ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ബിറ്റ്വീൻ വൊക്കേഷണൽ ആൻഡ് അക്കാഡമിക് സ്ട്രീംസ്. അപ്പം കൃത്യമായ സെപ്പറേഷൻ ഒന്നും ഇല്ല, ഇന്നയാണ് ആർട്സ് പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, എല്ലാം ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടായിരിക്കും പഠിക്കുന്നത്. കുറെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇവൻ ആർട്സ് ആണ് പഠിക്കുന്നത്, ഇവൻ സയൻസ് ആണ്. ചിലപ്പോൾ ആർട്സിൽ പഠിക്കുന്ന കുട്ടികൾ സയൻസിന്റെ സബ്ജക്ട്സ് പഠിക്കും, അവന്റെ ഇൻട്രസ്റ്റ് ഡ്രിവൺ ആയിരിക്കും അത് അവൻ പഠിക്കുന്ന കരിക്കുലം എന്ന്. പിന്നെ ബിറ്റ്വീൻ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി, അതിൽ ഒരു സ്ട്രിക്റ്റ് സെപ്പറേഷൻ കാണത്തില്ല. കുട്ടി പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എന്തായിരിക്കും, എക്സ്ട്രാ കുറച്ച് ആഡ് ഓൺ ആക്ടിവിറ്റീസ് ചെയ്യും എക്സ്ട്രാ കരിക്കുലർ ആയിട്ട്. ചിലപ്പോൾ പാട്ട് പാടാൻ പോകും, പല ക്ലബ്ബുകൾ കാണും സ്കൂളുകളിൽ, ആർട്സ് ക്ലബ്ബ്, മ്യൂസിക് ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, അങ്ങനെയൊക്കെ പറയും. അവന്റെ ഇൻട്രസ്റ്റ് എന്തിലാണോ അങ്ങനത്തെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ പോകാം. പിന്നെ കൂടാതെ എന്താ, വൊക്കേഷണൽ അക്കാഡമിക് സ്ട്രീംസ് തമ്മിലും വ്യത്യാസം കാണത്തില്ല. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ വൊക്കേഷണൽ ആയിട്ട് ഒരു ജോലിക്ക് അവനെ എക്വിപ്പ് ചെയ്യുന്ന സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സസ് കാണും. ഇപ്പം ലാംഗ്വേജ് വേണമെങ്കിൽ പഠിക്കാം, IELTS പോലുള്ള കാര്യങ്ങൾ പാരലായിട്ട് കോളേജ് കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റും. സോ ഒരു സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഒന്നും സ്കൂൾ കാലഘട്ടത്തിലോ കോളേജ് കാലഘട്ടത്തിലോ കാണത്തില്ല. ഇപ്പൊ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യാൻ പോകുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം. ഓക്കെ, എംഫസിസ് ഓൺ പ്രൊമോട്ടിംഗ് മൾട്ടിലിംഗ്വലിസം ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജസ്. അപ്പം എന്താ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്? പല ലാംഗ്വേജസ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇംഗ്ലീഷും മലയാളം മാത്രമല്ല, ഹിന്ദി, പിന്നെ കൂടാതെ വിദേശ ലാംഗ്വേജസും എല്ലാം നമുക്ക് കരിക്കുലത്തിൽ പഠിക്കാൻ സാധിക്കും. പിന്നെ കൂടാതെ ഇന്ത്യൻ ലാംഗ്വേജസ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അതിനൊക്കെ കൃത്യമായ ക്രെഡിറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്തതായിട്ട് സെറ്റിംഗ് അപ്പ് ഓഫ് എ ന്യൂ നാഷണൽ അസസ്മെന്റ് സെന്റർ. പുതിയൊരു നാഷണൽ അസസ്മെന്റ് സെന്റർ, വിദ്യാഭ്യാസത്തിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഒരു സെന്റർ സ്റ്റാർട്ട് ചെയ്യും. പരാഗ് എന്ന് പറയും, പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. അങ്ങനെയാണ് അതിന്റെ ഫുൾ ഫോം. ഇത് ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. എല്ലാ രീതിക്കും കുട്ടിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. പിന്നെ കൂടാതെ എ സെപ്പറേറ്റ് ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട്
ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺസ് ഫോർ ഡിസഡ്വാൻറ്റേജ് റീജിയൻസ് ആൻഡ് ഗ്രൂപ്പ്സ്. ഒരു ജെൻഡർ ഇൻക്ലൂഷൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരിക്കും പുതിയതായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, പിന്നെ മേജർ ഇനിഷ്യേറ്റീവ്സ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ എന്തൊക്കെയാണ്? PM ശ്രീ എന്ന് പറയും. PM ശ്രീ സ്കൂൾസ്. നമ്മൾ ലാസ്റ്റ് DNA ഞാൻ ഡിസ്കസ് ചെയ്ത ലാസ്റ്റ് DNA PM ശ്രീയെ പറ്റി നമ്മൾ ഒന്ന് പരാമർശിച്ചിരുന്നു. PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന് പറയും. aims to provide high quality education in an equitable, inclusive and joyful school environment. നല്ല സന്തോഷപൂർണ്ണമായിട്ട് കുട്ടി പഠിക്കുക, ഇക്വിറ്റബിൾ ആയിരിക്കും, അവിടെ ഒരു ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളും കാണത്തില്ല. കുട്ടിക്ക് എന്താണോ എല്ലാവരെയും ഈക്വലി പഠിപ്പിക്കുകയല്ല, എന്താണോ ഒരു കുട്ടിക്ക് ആവശ്യം ആ രീതിക്ക് ഇക്വിറ്റി ആയിരിക്കും അവിടെ പ്രദാനം ചെയ്യേണ്ടത്. പിന്നെ കൂടാതെ എല്ലാ സ്ട്രീമിലുള്ള കുട്ടികൾക്കും നമ്മൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. സോ ഇതൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംവിധാനം കൂടി ആയിരിക്കും. ഇറ്റ് ഈസ് എ സെൻട്രലൈസ്ഡ് സ്പോൺസേഡ് സ്കീം. ഇതിന്റെ കുറച്ച് ഫണ്ട് ഇവിടുന്ന് സ്റ്റേറ്റിൽ നിന്നും കൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, സെൻട്രലി സ്പോൺസേഡ് സ്കീം ആയിരിക്കും. ഇത് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്യുന്ന ആരായിരിക്കും? സ്റ്റേറ്റും കൂടെ കൂടിയായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് DNA നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി PM ശ്രീ സ്കീം കേരളത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകാൻ നമുക്ക് കണ്ടിരും. സോ ഇതിന് കുറച്ച് കേരളത്തിൽ വന്നു കഴിയുമ്പോൾ അതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ പിന്നീട് ആരായിരിക്കും ചെയ്യാൻ പോകുന്നത്? അത് പിന്നെ സ്റ്റേറ്റ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇതൊരു സെൻട്രൽ സ്കീം ആണെങ്കിലും പിന്നീട് സ്റ്റേറ്റ് ആയിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓക്കെ, ലോഞ്ച്ഡ് ഇൻ ഈ സ്കീം എപ്പോഴാണ് തുടങ്ങിയത് നമുക്ക് നോക്കാം. സെപ്റ്റംബർ 2022 തുടങ്ങിയാണ്. എന്തിനു വേണ്ടിയത്? അപ്ഗ്രേഡേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മോർ ദാൻ 14,500 സ്കൂൾസ് അക്രോസ് ദ കൺട്രി. സ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്യുക, കൂടുതൽ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ആ ഒരു ലക്ഷ്യത്തോടാണ് ഈ സ്കീം തുടങ്ങിയത്. ഏകദേശം 630 കോടിയോളം രൂപ ഈ സ്കീമിൽ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പദ്ധതിയായിരുന്നു നിപുൺ ഭാരത്. ദ വിഷൻ ഓഫ് നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ, ഇതിന്റെ ഫുൾ ഫോം ആണ് കൊടുത്തിരിക്കുന്നത്, നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ന്യൂമറസി ഭാരത് മിഷൻ. നിപുൺ സ്കീം എന്ന് പറയും. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്: പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്, വായിക്കുന്ന കാര്യങ്ങൾ കുട്ടിക്ക് മനസ്സിലാകുക, എന്താ വായിക്കുന്നത്, പഠിക്കുന്നത് എന്താണ്. പിന്നെ കൂടാതെ എന്താണ്, ന്യൂമറസി, കുട്ടിക്ക് അരിത്തമെറ്റിക്കൽ കണക്കുകൾ, ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് കൈകാര്യം ചെയ്യാൻ പറ്റുക. ഇത് രണ്ടും കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടാണ് നിപുൺ ഭാരത് എന്ന് പറയുന്ന ഒരു മിഷൻ കൊണ്ടുവന്നത്. ഇറ്റ് ഈസ് ടു ക്രിയേറ്റ് ആൻ എനേബിളിംഗ് എൻവയറൺമെന്റ് ടു എൻഷുർ ദ യൂണിവേഴ്സൽ അക്വിസിഷൻ ഓഫ് ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി. ഇപ്പൊ വലിയ തിയറീസ് ഒക്കെ പഠിക്കണമെങ്കിൽ എന്ത് വേണം? കുട്ടിക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ലിറ്ററസി വേണം. എഴുതാനും വായിക്കാനും അറിയണം, വായിക്കുന്ന കാര്യങ്ങൾ കുട്ടിക്ക് മനസ്സിലാക്കാനും പറ്റണം എന്താണ് പറയുന്നത്. എന്നാലും നമുക്കൊരു എക്സാമിലൊക്കെ പോകുമ്പോൾ ചോദ്യങ്ങൾ കാണുമ്പോൾ കുട്ടിക്ക് കൃത്യമായിട്ട് എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഉത്തരം അനുസരിച്ച് കുട്ടിക്ക് എഴുതാൻ പറ്റും. അത് എഴുതാൻ പറ്റാത്തതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ? കുട്ടിക്ക് കൺസെപ്റ്റ് അറിയാഞ്ഞിട്ടായിരിക്കില്ല, കുട്ടിക്ക് ഫൗണ്ടേഷണൽ ലിറ്ററസി കാണില്ല. ചിലപ്പം ചില കുട്ടികൾക്ക് ചോദ്യം വായിച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിൽ എന്താ പറയുന്നത് കുട്ടിക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ആ കുട്ടിയെ നമ്മൾ വിശദീകരിച്ചു കൊടുക്കുക, ഇങ്ങനെയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കുട്ടിക്ക് കുറച്ചുകൂടെ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ കുട്ടിക്ക് പറയാൻ പറ്റും. ഓക്കെ, ചില കുട്ടികൾ ഉത്തരം എഴുതാതെ വരും. എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ ആ കുട്ടികൾക്ക് ലാംഗ്വേജ് ഇല്ലാത്തതായിരിക്കും അവരുടെ പ്രശ്നം. അവർക്ക് ആ കൺസെപ്റ്റ് അറിയത്തില്ലാഞ്ഞിട്ടായിരിക്കില്ല അവർ ക്വസ്റ്റ്യൻ എഴുതാത്തത്. ഓക്കെ, പിന്നെ കൂടാതെ എന്താ, ബേസിക് ആയിട്ടുള്ള ന്യൂമറസി. അതെന്തുകൊണ്ടാണ്? ചൈൽഡ്ഹുഡിൽ കൃത്യമായിട്ട് അവർക്ക് മാത്തമാറ്റിക്സിൽ ഒരു ശിക്ഷണം കിട്ടിയിട്ടില്ല. ചിലപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, മാത്തമാറ്റിക്സ് ടീച്ചറിന്റെ ഒരു ചെറിയ വഴക്കെന്നായിരിക്കും മാത്സിനുള്ള ഒരു ഫിയർ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പൊ അത് പിന്നീട് ഡെവലപ്പ് ആയി കഴിയുമ്പോൾ വലിയ കണക്കുകളും കാര്യങ്ങളും വരുമ്പോൾ അവര് ഒരു സ്തംഭിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാകുക, എന്താണ് ഇവിടെ പറയുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റാണ് ഈ നിപുൺ ഭാരത് സ്കീം കൊണ്ടുവരുന്നത്. ഓക്കെ, so that every child achieves the desired learning competencies in reading, writing and numeracy by the end of grade 3. 3ാം ക്ലാസ് കഴിയുന്നതോടുകൂടി കുട്ടിക്ക് ബേസിക് ആയിട്ടുള്ള വായിക്കാനും എഴുതാനും പിന്നെ കണക്കിലുള്ള അരിത്തമെറ്റിക്സിലുള്ള ബേസിക് ന്യൂമറസി സ്കിൽസും ഉണ്ടാക്കിയെടുക്കാം ബൈ 2026-27. 2026-27 കൊണ്ട് ഇത് നടത്തിയെടുക്കുക എന്നാണ് ഈ സ്കീമിന്റെ പ്രത്യേകത. ഓക്കെ, അല്ലെങ്കിൽ ഈ മിഷന്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഇനി അടുത്ത PM E-വിദ്യ എന്ന് പറഞ്ഞ ഒരു സ്കീമുണ്ട്. ഈ വിദ്യ അതൊരു ഗവേണൻസിന്റെ ഒരു അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് ഫോം ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ് നമുക്ക് ആ പേര് കേൾക്കും പറയാം, ഇലക്ട്രോണിക് വിദ്യ. ഓക്കെ, ദ ഇനിഷ്യേറ്റീവ് എയിം ടു പ്രൊമോട്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ലേണിംഗ് ബൈ പ്രൊവൈഡിംഗ് വേരിയസ് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ദീക്ഷ എന്ന് പറഞ്ഞ പോർട്ടൽ ഉണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നോക്കിയാൽ മതി. ഇതിനകത്ത് എന്താ, ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്, ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഗവൺമെന്റിന്റെ പ്ലാറ്റ്ഫോം ആൻഡ് ഓഫറിംഗ് ബുക്സ് ആൻഡ് കണ്ടന്റ്സ് ടു ദ സ്റ്റുഡന്റ് അക്രോസ് ദ കൺട്രി. നമുക്ക് കുറെ നമുക്ക് വേണ്ട എഡ്യൂക്കേഷണൽ കണ്ടന്റ്സ് കൂടാതെ ഇലക്ട്രോണിക് ബുക്സ് ഇതൊക്കെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഫ്രീലി ഈസിലി ആക്സസിബിൾ ആയിരിക്കും. ഓക്കെ, ദീക്ഷ പോർട്ടൽ.
ഇത് PM-eVidya കീഴിൽ വരുന്ന ഒരു പദ്ധതിയായിരുന്നു. ഓക്കെ, അടുത്തതായിട്ട് അക്കാഡമിക് ഫ്രെയിംവർക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ അടുത്ത ഒരു പ്രത്യേകത, ഇൻട്രൊഡക്ഷൻ ഓഫ് നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് ഓർ നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഫ്രെയിംവർക്ക് ടു ഫെസിലിറ്റേറ്റ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആൻഡ് അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റി. അപ്പം ഈ പദ്ധതി കൊണ്ട് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്കീമാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു ഹൈലൈറ്റ് ആണ് നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുട്ടിക്ക് ഒരു അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്താണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് ഏത് കോഴ്സാണോ പഠിക്കുന്നത് അത് അക്കാഡമിക് ക്രെഡിറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. നമുക്കപ്പം ഈ ക്രെഡിറ്റ് അനുസരിച്ച് നമ്മൾ ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അത് ചെന്നിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയോട് പറഞ്ഞ് യൂണിവേഴ്സിറ്റി നമുക്ക് ആ ക്രെഡിറ്റിനുള്ള ബിരുദം ആയിക്കോട്ടെ, ബിരുദാനന്തര ബിരുദം ആയിക്കോട്ടെ, അവർ നമുക്ക് തരികയാ ഇതിനകത്തുള്ള ചെയ്യുന്നത്. അത് സ്കൂൾ ലെവലിൽ സോറി ഇപ്പൊ ഇത് കോളേജ് ലെവലിൽ പലയിടത്തും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതുകൊണ്ട് എന്താ നടക്കാൻ പോകുന്നത്, നമുക്ക് നല്ല ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുക. എന്താന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കുറച്ച് ക്രെഡിറ്റ് ഇവിടെ നമ്മൾ ഒരു കോളേജിൽ പഠിച്ചു, ഇത് കഴിയുമ്പോൾ ആ കോളേജിൽ നമുക്ക് തുടരാൻ താല്പര്യമില്ല, നമുക്ക് ഈ ക്രെഡിറ്റ് വെച്ച് വേറെ കോളേജിലേക്ക് പോവാം, അല്ലെങ്കിൽ ആ കോളേജിൽ തന്നെ നമുക്ക് ഈ ക്രെഡിറ്റ് വെച്ചിട്ട് നമുക്ക് വേറൊരു കോഴ്സിലേക്ക് നമ്മൾ മൈനർ ആയിട്ട് പഠിക്കുന്ന, ഇപ്പൊ മേജറും മൈനറും ഒക്കെ പഠിക്കാൻ കാണും സ്റ്റുഡൻസിന്. അപ്പം മേജർ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ മേജർ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന മേജർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിച്ചു, സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേനും അവർ പഠിക്കുന്ന മൈനർ സബ്ജക്റ്റ് ആണ്, ആ മൈനർ സബ്ജക്റ്റിന് ഫസ്റ്റ് ഇയറിൽ ഇത്ര ക്രെഡിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ എത്തുമ്പോൾ ആ മൈനർ അവർക്ക് വേണമെങ്കിൽ മേജർ ആക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ക്രെഡിറ്റ് ആ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ പഠിക്കുന്ന ഒന്നും വേസ്റ്റ് ആവത്തില്ല, അതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് വരാം. നമുക്ക് ഒരു വർഷം പഠിച്ചു, ഒരു ബ്രേക്ക് വേണമെന്ന് ആവശ്യം തോന്നി, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ പഠനം തുടരാം. നമുക്ക് ആ ക്രെഡിറ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും ലോസ് ആയി പോകത്തില്ല. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഇനി അടുത്ത് ഇൻക്രീസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. ദ പോളിസി അഡ്വക്കേറ്റ്സ് ഫോർ ബോത്ത് ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ടു അലോക്കേറ്റ് എ കമ്പൈൻഡ് 6% ഓഫ് GDP ടു എഡ്യൂക്കേഷൻ. അപ്പം പോളിസി എന്താ പറയുന്നത്, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഏകദേശം കമ്പൈൻഡ് ആയിട്ട് ഒരു 6% GDP എഡ്യൂക്കേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് ഈ പോളിസി നിർദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇന്റർനാഷണൽ ക്യാമ്പസ് ആൻഡ് പാർട്ട്ണർഷിപ്സ്. National Education Policy 2020 supports Indian universities in establishing campuses abroad and inviting foreign institutions to operate in India. ഇവിടുന്ന് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി പുറത്തേക്കും പോയി ക്യാമ്പസ് തുടങ്ങും. പിന്നെ കൂടാതെ പുറത്തെ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഇന്ത്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് ഇവിടെയും ക്യാമ്പസ് തുടങ്ങും. അതിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാം, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഹാവ് ബീൻ സൈൻഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് IIT ക്യാമ്പസസ് ഇൻ സാൻസിബാർ ആൻഡ് അബുദാബി. ആഫ്രിക്കയിലുള്ള സാൻസിബാറിലൊക്കെ നമ്മുടെ IIT ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം നമ്മൾ കേട്ടിരുന്നു. അപ്പം അബുദാബിയിലും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പം ഇത് എന്തായാലും സൂചിപ്പിക്കുന്ന റിഫ്ലക്ടിങ് ഇന്ത്യസ് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ ഔട്ട്റീച്ച്. എഡ്യൂക്കേഷണൽ ഇന്നോവേഷൻ ഇൻ ഗിഫ്റ്റ് സിറ്റി. നമുക്കറിയാം ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗിഫ്റ്റ് സിറ്റിയുടെ പ്രത്യേകതയൊക്കെ നമ്മൾ പല DNA നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള, ഇതൊരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഒരു, അതായത് നമ്മുടെ ഇന്ത്യക്കകത്ത് ഒരു സ്ഥലം, ഗുജറാത്തിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഒരു വിദേശത്ത് എന്താണോ ആ രീതിക്ക് നമ്മൾ കുറെ കമ്പനീസ് വന്ന്, വിദേശത്തുള്ള കമ്പനീസിനൊക്കെ ഫ്രീ ആയിട്ട് വന്ന് അവിടെ കമ്പനീസ് തുടങ്ങുക. അതായത് ഇന്ത്യക്കകത്തൊരു വിദേശ രാജ്യം ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് ഈ ഗിഫ്റ്റ് സിറ്റി പോകുന്നത്, സിമ്പിൾ ആയിട്ട്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പല DNAസിൽ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഇന്ത്യയിൽ വേറൊരു വിദേശ രാജ്യം, ഗുജറാത്തിലെ ഈ ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ലൈക്ക് ഒരു ഫോറിൻ ഏരിയ പോലെയാണ്. അവിടെ എന്ത് കാണും, പല വിദേശ കമ്പനികൾ കാണും. അവർക്ക് ഫ്രീ ആയിട്ട് എന്താ ഇന്ത്യയിലെ നിയമങ്ങളുടെ ഒരു ചട്ടക്കൂടില്ലാതെ തന്നെ അവർക്ക് ഒരു ഫോറിൻ രാജ്യം പോലെ തന്നെ അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അവിടുത്തെ നിയമങ്ങൾക്ക് കുറച്ച് വ്യത്യാസങ്ങൾ കാണും, അതിനകത്തെ സാധനങ്ങൾക്ക് കുറച്ച് പ്രൈസിലൊക്കെ വ്യത്യാസങ്ങൾ കാണും. അങ്ങനെയുള്ള ഒരു സിറ്റിയാണ് ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത്. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020's innovative approach extends to Gujarat Gift City, where world-class foreign universities and institutions are permitted to offer specialized courses.
ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വിദേശത്തുള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാം ഗിഫ്റ്റ് സിറ്റിയിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഓസ്ട്രേലിയയിലുള്ള ഒരു ഡിയാക്കിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയും, ഡിയാക്കിൻ യൂണിവേഴ്സിറ്റി. അവര് ഈ ഗിഫ്റ്റ് സിറ്റിയിൽ ഒരു ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയാണ്, അവർ ഇവിടെ ഗിഫ്റ്റ് സിറ്റി വന്ന ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തത്. This move free from domestic regulations aims to nurture high-end human resources for financial services and technology. ഇതെന്താണ് ഞാൻ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് റെഗുലേഷൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. സോ അവർക്ക് ഫ്രീലി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ കൂടാതെ വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ദ വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്കീം ഇനിഷ്യേറ്റഡ് ഇൻ 2017 aims to create affordable ടോപ്പ് നോച്ച് അക്കാഡമിക് ആൻഡ് റിസർച്ച് ഫെസിലിറ്റീസ്. അപ്പം വേൾഡ് ക്ലാസ് അക്കാഡമിക് ഫെസിലിറ്റീസ് എങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക, ആ ഒരു ലക്ഷ്യത്തോടെ തുടങ്ങിയ ഒരു സ്കീമാണ് വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്കീം എന്ന് പറയും. ദ സ്കീം ഡെസിഗ്നേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ് IOEs എന്ന് പറയും ടു പ്രൊമോട്ട് അക്കാഡമിക് എക്സലൻസ്. ചില സെലക്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമ്മൾ എന്ത് കൊടുക്കും, ഒരു ഡെസിഗ്നേഷൻ കൊടുക്കും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ് എന്ന് പറയും. അതെന്തിനു വേണ്ടി, അവരുടെ ഒരു അക്കാഡമിക് എക്സലൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇന്നത്തെ DNA ഒരു മേജർ പാർട്ട് കഴിഞ്ഞു. അപ്പോഴാണ് ഫസ്റ്റ് പേജിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഹെൽത്ത് മിനിസ്ട്രി അപ്രൂവ്സ് ന്യൂ ട്രീറ്റ്മെന്റ് റെജിമെൻ ഫോർ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB. ഇതെനിക്കൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. അപ്പൊ ഞാനൊന്ന് സിമ്പിൾ ആയിട്ട് പറയാം പെട്ടെന്ന്. ഇത് ഹെൽത്ത് മിനിസ്ട്രി അപ്രൂവ് ചെയ്ത ഒരു പുതിയ ട്രീറ്റ്മെന്റ് റെജിമെൻ ആണ്. അതായത് ഒരു പുതിയ ഒരു മൾട്ടി ഡ്രഗ് റെജിമെൻ ആണ്. ഇത് കുറെ ഡ്രഗ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, TB റെസിസ്റ്റന്റ് ആയിട്ടുള്ള TB, ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള TBയെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു മെഡിസിൻ ആണ് ഇവിടെ നമ്മൾ ഹെൽത്ത് മിനിസ്ട്രി അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഡസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ട്രീറ്റ്മെന്റ് റെജിമെൻ മീൻ ഫോർ ഇന്ത്യസ് 75,000 ഡ്രഗ് റെസിസ്റ്റന്റ് TB പേഷ്യൻസ്? നമ്മുടെ ഇന്ത്യയിൽ എത്ര പേരുണ്ടെന്ന കണക്ക്? ഏകദേശം 75,000 ഡ്രഗ് റെസിസ്റ്റന്റ് TB ഉള്ള, ഡ്രഗിനോട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള, അതായത് മരുന്നൊന്നും കൊടുത്താൽ ക്യൂർ ഒന്നും വരുന്നില്ല അവർക്ക്, അത് ഡ്രഗിനെ പ്രതിരോധിക്കുന്ന TB പേഷ്യൻസ് ഉണ്ട്. അപ്പൊ ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള TB ഉള്ള 75,000 പേരോളം ഉണ്ട്. അപ്പൊ പുതിയൊരു ട്രീറ്റ്മെന്റ് മെത്തഡോളജി അവർക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവരിക. ഇറ്റ് ഹാസ് ബീൻ പ്രൂവൺ ടു ബി സേഫ്. ഈ ഡ്രഗ് റെജിമെൻ എന്താണ്, സേഫ് ആണെന്ന് പറയാം. പിന്നെ കൂടാതെ എന്താ, എഫക്റ്റീവ് ആണ്, ക്വിക്കർ ട്രീറ്റ്മെന്റ് ആണ്. പഴയ ട്രീറ്റ്മെന്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഈ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്വിക്കാണ്, സേഫർ ആണ്, എഫക്റ്റീവ് ആണ്. ഇറ്റ് ബ്രിങ്സ് ഡൗൺ ട്രീറ്റ്മെന്റ് ടൈം ടു അറൌണ്ട് 6 months ഫ്രം ദ ഏർലിയർ ഡ്യൂറേഷൻ ഓഫ് 18 മുതൽ 24 മാസം വരെ. അതായത് നേരത്തെ 18 മുതൽ 24 മാസം വരെ എടുക്കുമായിരുന്നു ഒരു TB ക്യൂർ ആയി വരാൻ വേണ്ടി, ആ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് വഴി, പഴയ ട്രീറ്റ്മെന്റ് മെത്തേഡ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 മാസം കൊണ്ട് നമുക്ക് ക്യൂർ ചെയ്ത് വരാൻ സാധിക്കും ഈ ട്രീറ്റ്മെന്റ് മെത്തേഡ് കൊണ്ട്. ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ടു ബി ചീപ്പർ ഫോർ ബോത്ത് ഹെൽത്ത് സിസ്റ്റംസ് ആൻഡ് പേഷ്യൻസ്. അപ്പൊ കുറച്ചുകൂടെ ചീപ്പറാണ്, ഈ മരുന്നിന് വലിയ പൈസ ഒന്നും ആവത്തില്ല. ഓക്കെ, ഈ റെജിമെന്റിൽ എന്തൊക്കെയാ വരുന്നതെന്ന് നോക്കാം, എന്തൊക്കെയാ അടങ്ങിയിരിക്കുന്നത് നോക്കാം. ഇവിടെ കണ്ടു BPALM റെജിമെൻ ആണ്. അതായത് ഓരോ വേർഡ്സ് ഓരോ അതിനകത്ത് ഒരു ഡ്രഗിനെയും സിംബോളൈസ് ചെയ്യും. BPALM. BP എന്ന് പറഞ്ഞാൽ, B എന്ന് പറഞ്ഞാൽ എന്താണ്, ബെഡാക്വിലിൻ എന്ന് പറയും. P എന്ന് പറഞ്ഞാൽ പ്രീറ്റോമാനിഡ്, L എന്ന് പറഞ്ഞാൽ ലൈൻസോളിഡ് എന്ന് പറയും. M എന്ന് പറഞ്ഞാൽ മോക്സി ഫ്ലോക്സാസിൻ എന്ന് പറയും. ഇത് പല ഡ്രഗ്സ് ആണ്. ഇതിന്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ഡ്രഗിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു മൾട്ടി ഡ്രഗ് ആണ്, പല ഡ്രഗിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ. ഈ ഡ്രഗ് എല്ലാം കൂടെ ഒരു നിശ്ചിത പ്രപ്പോർഷനെ ആൾക്ക് കൊടുക്കുമ്പോഴത്തേനും ആളുടെ ഡ്യൂ കോഴ്സ് ഓഫ് ടൈമിൽ ആളുടെ TB രോഗം മാറും. ഇതൊരു നോവൽ ട്രീറ്റ്മെന്റ് ആണ്, പുതിയൊരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ്. അണ്ടർ നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. നമ്മൾ 75,000 പേരുണ്ടെന്ന് നമ്മൾ ഇന്ത്യയിൽ ഡ്രഗ് റെസിസ്റ്റന്റ് TB ഉണ്ട്. അപ്പൊ അവരെയൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് വെൽഫെയർ അതുമായിട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഹെൽത്ത് വെൽഫെയർ. അതായത് ജനങ്ങളുടെ ഒരു കുറെ പേരെ കാർന്ന് അല്ലെങ്കിൽ കുറെ പേരെ അഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ്. അപ്പൊ അത് നമ്മൾ പ്രിവെന്റ് ചെയ്യാന്നുള്ള ഗവൺമെന്റിന്റെ ഒരു എയിം അല്ലെങ്കിൽ ഒരു ഇന്റൻഷൻ. സോ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുതിയൊരു സയന്റിഫിക് ഡിസ്കവറി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ് ഈ ഒരു ഡ്രഗ് റെജിമെൻ. ഓക്കെ, ഇത് പ്രിലിംസിലായിരിക്കും കൂടുതൽ ചോദിക്കുക. BPALM റെജിമെൻ ഉപയോഗിച്ചുകൊണ്ട് ഏത് ഡിസീസിനെ ആയിരിക്കും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിനകത്ത് പല ഡിസീസിന്റെ പേര് ചിലപ്പോൾ കാണും. ചിലപ്പോൾ മലേറിയ,
TB എന്ന് കാണും, പിന്നെ പല ഡിസീസ് അങ്ങനെ കൊടുക്കും. അതിലേതാണ്, അല്ലെങ്കിൽ ക്യാൻസർ എന്ന് കാണും, അതിലേതാണ് ശരി ഉത്തരം? TB ആണ്. സോ ഇങ്ങനെയായിരിക്കും പ്രിലിംസിൽ ചോദ്യം ചോദിക്കുക. ഓക്കെ, നമുക്കൊരു പ്രിലിംസ് ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇത് മുൻപ് 2012 ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് ഇന്ത്യ ഹാവ് എ ബെയറിംഗ് ഓൺ എഡ്യൂക്കേഷൻ? 1. Directive principles of state policy. 2. Rural and urban local bodies. 3. Fifth schedule. 4. Sixth schedule. 5th, 7th schedule. Okay. Select the correct answer using the codes given below. Option A, 1 and 2 only. Option B, 3, 4 and 5 only. Option C, 1, 2 and 5 only. Option D, 1, 2, 3, 4 and 5. So, എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഇതിന്റെ ആൻസർ. സോ ഇന്നത്തെ ഡീവനെ അവസാനിച്ചു. ഹാപ്പി ലേണിംഗ് ഫോർ ഓൾ ഓഫ് യു. താങ്ക് യു.